സമാധാനത്തെ ഘോഷിച്ചു നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താ ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം! നിന്റെ കാവൽക്കാരുടെ ശബ്ദം കേട്ടുവോ? അവർ ശബ്ദമുയർത്തി ഒരുപോലെ ഉല്ലസിച്ച് ഘോഷിക്കുന്നു. യഹോവ സിയോനിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ അഭിമുഖമായി കാണും. യെരുശലേമിൻ്റെ ശൂന്യ പ്രദേശങ്ങളെ പൊട്ടി ആർത്തുകൊള്ളുവിൻ. യഹോവ തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ച് യെരുശലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ. സകല ജാതികൾ കാണുക, യഹോവ തൻ്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയെ കാണും. വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. അശുദ്ധമായതൊന്നും തുടരുത്, അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. നിങ്ങൾ ബദ്ധപ്പാടോടെ പോകയില്ല, ഓടിപ്പോകുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും. ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങൾക്ക് പിമ്പട ആയിരിക്കും. യെശയ്യാ പ്രവചനം 52 അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സമാധാനത്തെയും നന്മയും സുവിശേഷിച്ചുകൊണ്ട് നമ്മെ തന്നെ നിർമ്മലീകരിച്ച് ദൈവത്തിൻ്റെ മുൻപാകെ ഭക്തിയോടെ ജീവിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.